13 വയസ്സിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആ ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ഒരു 4 വർഷത്തോളം ഞാന് കിടന്നു പോകുന്നു. ആ സമയത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോകുന്നു. പക്ഷേ ഈ അസുഖത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവുന്നില്ല. അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ കിടന്ന ഒരു ദിവസം ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു. അപ്പൊ അതൊരു ആശ്വാസമായിട്ട് തോന്നുന്നു. ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഫീലിങ്സ് അനുഭവപ്പെടുന്നു. അപ്പൊ അതൊരു രസമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. നമസ്കാരം. ഡിവൈൻ ആൻഡ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് പ്രശസ്ത ഹീലറും ലോ ഓഫ് അട്രാക്ഷൻ കോച്ചുമായ സൂര്യ മാമിനെയാണ്. നമസ്കാരം സൂര്യ മാം. നമസ്കാരം. മാം, ഈ ഒരു ഹീലിംഗ് മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? ഹീലിംഗ് മേഖലയിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 13 വയസ്സിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആ ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ഒരു 4 വർഷത്തോളം ഞാൻ കിടന്നു പോകുന്നു. ആ സമയത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോകുന്നു. പക്ഷേ ഈ അസുഖത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവുന്നില്ല. അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ കിടന്ന ഒരു ദിവസം ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നു. അപ്പൊ അതൊരു ആശ്വാസമായിട്ട് തോന്നുന്നു. ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഫീലിങ്സ് അനുഭവപ്പെടുന്നു. അപ്പൊ അതൊരു രസമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ വീണ്ടും വീണ്ടും ഇത് ചെയ്യുകയും ആ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുകയും അങ്ങനെ കൈകളിലേക്ക് ഈ എനർജിയെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനത് എന്നിൽ അപ്ലൈ ചെയ്തു. ഈ എനർജിയെ കൈകളെ കൺട്രോൾ ചെയ്ത് എൻ്റെ കാലിലേക്ക് വെച്ച സമയത്ത് അസുഖം മാറുന്ന ഒരു ഫീലിങ്സ് കിട്ടി. അങ്ങനെയാണ് ഈ എനർജിയുമായിട്ട് ഞാൻ കണക്റ്റഡ് ആവുന്നത്. 13 വയസ്സിൽ കണക്റ്റ് ആയ വ്യക്തിയുമായി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? 13 വയസ്സിൽ കണക്റ്റഡ് ആയതാണ്. അതായത് 23 വർഷമായി എനർജി അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞതിനേക്കാളൊക്കെ ഇവര് മെഡിറ്റേഷനകത്തൂടെ ഞാൻ കണക്റ്റഡ് ആയ ഒരു എനർജിയാണിത്. അപ്പൊ അതുമായിട്ട് 23 വർഷമായി ഞാൻ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ട്. അത് ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഒരു തോട്ട് മനസ്സിലേക്ക് വരികയും അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ്. മാം സ്വയം പരീക്ഷിച്ച ശേഷം പിന്നെ മാം എന്താണ് ചെയ്തത്? സ്വയം പരീക്ഷിക്കുക എന്ന് പറയുന്നത് സ്വയം പരീക്ഷിച്ച് അസുഖം മാറി അത് കഴിഞ്ഞിട്ട് വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അതിലിത് പരീക്ഷിച്ച് നോക്കി. അതിന് വയ്യാതെ കിടക്കുകയാണ് ഒരുപാട് നാളുകളായിട്ട്. അപ്പൊ അതിൽ പരീക്ഷിച്ച സമയത്ത് അതിന് പെട്ടെന്ന് അസുഖം മാറുന്നു. പിന്നീട് വീട്ടിൽ അസുഖം വന്നൊരു പശു, അതിലും പരീക്ഷിച്ചു. അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ഡോക്ടർ വരാൻ സമയമെടുക്കും. അപ്പൊ അതിനെയും ഈ എനർജി വെച്ച് ട്രീറ്റ് ചെയ്ത സമയത്ത് അതിന്റെ അസുഖം മാറി. ഡോക്ടർ വരുന്ന സമയത്ത് പശുവിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് മൃഗങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അത് സെൻസ് ചെയ്യാനും എനർജിയുമായിട്ട് കണക്റ്റഡ് ആവാനും കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ മൃഗങ്ങൾക്കാണോ കൂടുതലും ഇത് പെട്ടെന്ന് ഹീൽ ആവുന്നത് എനർജി? അതെ, മൃഗങ്ങൾക്കാണ് വളരെ പെട്ടെന്ന് ഈ എനർജിയെ സെൻസ് ചെയ്യാനും പെട്ടെന്ന് ഹീലിംഗ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മൃഗങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി കിട്ടുന്നുണ്ട്. കാരണം മൃഗങ്ങൾ നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ കഴിയുന്ന എനർജിയെ അല്ലെങ്കിൽ അതിന് കഴിയാത്ത എനർജിയെ മൃഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് ഈ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. മാം, ഹീൽ ചെയ്യാൻ വരുന്ന വ്യക്തികൾ കൂടുതലും ഏത് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതലും മാമിന്റെ അടുത്ത് വരുന്നത്? ഹീലിംഗിന് കൂടുതലും എന്നിലേക്ക് കണക്റ്റഡ് ആവുന്നത് ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർ കണക്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളായിട്ട് ഒരുപാട് നാള് കിടന്നു പോയവർ കണക്റ്റഡ് ആവുന്നുണ്ട്. ബാധ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ കണക്റ്റഡ് ആവുന്നുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാര് എന്നിലേക്ക് കണക്റ്റഡ് ആകുന്ന പകുതിയിലധികം ആൾക്കാരും അസുഖങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നവര്, ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ട് കണക്റ്റഡ് ആവുന്നവരാണ് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹീലിംഗ് വരുന്ന വ്യക്തികൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് അത്ര വലിയ കാര്യങ്ങളില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഹീലിംഗിന് വേണ്ടി ഒരുങ്ങിയിരിക്കരുത്. അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് നോൺ വെജ് തലേദിവസം കഴിക്കാവോ? നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അത് പ്രോബ്ലം ഇല്ല. പിന്നെ മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ ഈ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവാൻ കഴിയില്ല എന്ന് ക്ലയന്റിന് തോന്നുന്ന പക്ഷം അത് ഒഴിവാക്കാമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. പിന്നെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അങ്ങനെയാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഹീലിംഗ് വൺ സെക്ഷനിൽ തന്നെ ഹീലിംഗ് കഴിയും അതോ 1-2 സെഷൻസ് എടുക്കേണ്ടി വരുമോ?
ഹീലിംഗ് മിക്കവാറും ഒരു 45 മിനിറ്റ് നേരം, എല്ലാ ഹീലിംഗ് സെക്ഷനും ഒരു 45 മിനിറ്റ് നേരമാണ് നമുക്ക് ടൈം പീരീഡ് വരിക. ചില ഹീലിംഗ് ഒക്കെ ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരും. മിക്കവാറും എല്ലാ കേസസും ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ തീരാനാണ് സാധ്യത. ചില കേസ് ബാധ ഉപദ്രവം ഒരുപാട് കാലമായിട്ട് അത് ഉപദ്രവിക്കുന്ന ഒരു കേസസ് ആണെങ്കിൽ അത് ക്ലയന്റിന്റെ മാനസികമായിട്ടുള്ള ഇഷ്യൂസിനെ കൂടെ അല്ലെങ്കിൽ അവരുടെ ആ മാനസികമായിട്ടുള്ള നിലയെ ബാധിക്കുന്നത് കൊണ്ട് 2-3 സിറ്റിംഗ് വേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് മാത്രം, ബാക്കിയുള്ള ഇഷ്യൂസും നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ തീർക്കാൻ സാധിക്കും. ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് മാമിന് ഒരു പ്രൊട്ടക്ഷൻ എടുക്കാറുണ്ടോ, അതോ അതിന്റെ ആവശ്യമുണ്ടോ? ഹീലിംഗിനകത്ത് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എത്ര പ്രൊട്ടക്ഷൻ എടുത്താലും ചില കേസസിൽ ക്ലയന്റിന്റെ കർമ്മ ഹീലറെ ബാധിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹീലിംഗ് എടുക്കാറുള്ളത്. അതിൻ്റെതായ മൊഡാലിറ്റിയുടെ ഓരോരോ റൂൾസ് ഉണ്ട്, അതനുസരിച്ചാണ് നമ്മളത് ചെയ്യാറുള്ളത്. ഇത്രയും നാളത്തെ മാമിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് മാമിന്റെ ഈ മേഖലയിൽ വന്ന ശേഷം മാമിന്റെ ഒരു വിഷൻ എന്താണ്? ഇവിടെ ഒരു വിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും സ്വയം ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഹീലിംഗ് എന്ന് പറയും. ഹീലിംഗ് എന്ന് വെച്ചാൽ എത്ര ചെറിയ കുട്ടികൾക്കാണേലും എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും അതിനകത്തോട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും. അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവുന്നവരുണ്ട്. യാതൊരു ഇതും പഠിക്കാതെ ഇതിലോട്ട് കണക്റ്റഡ് ആയ ഒരാളാണ് ഞാൻ. പിന്നെ എന്റെ സംശയങ്ങൾക്ക് പുറകെ പോയി ഇതൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പൊ ഇത് ആത്യന്തികമായിട്ട് ഹീലിംഗിലോട്ട് കടക്കുക എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആവണം. മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം എനർജിയെ തിരിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പം എല്ലാവരും അത്തരത്തിൽ എനർജിയെ തിരിച്ചറിയുകയും എല്ലാവരും പേടിയില്ലാതെ ഭയമില്ലാതെ അവരവരുടെ പ്രശ്നങ്ങൾക്ക് അവരവർ തന്നെ സമാധാനം കണ്ടെത്തി, അതുപോലെ ഇപ്പൊ ആത്മഹത്യകളൊക്കെ കൂടി വരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുന്നത് ഒരു പരിധി വരെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കും ഇത്തരത്തിൽ മെഡിറ്റേഷനിലോട്ട് വരികയാണെങ്കിൽ. ഇതാണ് എന്റെ ആഗ്രഹം, എന്റെ വിഷൻ അതാണ്. ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിനോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ സമൂഹത്തിനോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് തളർന്നു പോകുന്നവര്, എന്നാൽ ഇതുവരെ കാണാത്ത തലമുറയിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ കഴിവുകളും ഒരുപാട് കഴിവുകളുമായിട്ട് ജനിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് നഷ്ടമാകുന്നു. അപ്പൊ ഇപ്പോഴത്തെ തലമുറ ശരിക്കും എന്തൊക്കെയോ അവര് വേറൊരു വേൾഡിലാണ്. അവരാണ് ശരിക്കും ഹാലൂസിനേഷനിൽ ജീവിക്കുന്നത് പലപ്പോഴും തോന്നുന്നു. അവർ ജീവിക്കുന്നത് വേറൊരു ലോകത്താണ്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം എനർജിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കൽ ജീവിതത്തിൽ സക്സസ് ആവാൻ ശ്രമിച്ചാൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും പരാജയത്തിലേക്ക് പോവില്ല. അതർവൈസ് പരാജയം ഉണ്ടായാലും നിങ്ങൾക്ക് അതിനെയൊക്കെ സുന്ദരമായിട്ട് തരണം ചെയ്യാനുള്ള എല്ലാ പോംവഴികളും ഈ പ്രപഞ്ചത്തിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആവുക, നിങ്ങൾ ആ ഡിവൈൻ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുന്നത് വഴി നിങ്ങൾക്ക് പരാജയത്തെയും ജയത്തെയും ഒരേ രീതിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റ് നേടിയെടുക്കാൻ കഴിയും. അത് മാത്രമേ ഞാനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ. പരാജയം സംഭവിച്ചതിന്റെ പേരിൽ തോറ്റുപോയെന്നുള്ള ചിന്തയിലേക്ക് പോകുന്നവരെ, ജയിച്ചതിന്റെ പേരിൽ അഹങ്കാരത്തിലേക്ക് പോകുന്നവരെ, ഇതൊന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷനുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ സ്വന്തം എനർജിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടെത്തി ഈ തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ. ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ടോ മാം? ഇപ്പോ ഹീലിംഗ് പഠിപ്പിക്കുന്നില്ല, ഭാവിയിൽ അത് ഉണ്ടാവും, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഗ്രൂപ്പ് ഉണ്ട്, പോസിറ്റീവ് തിങ്കേഴ്സിന്റെ ഫീമെയിൽസ് ഉള്ളി ജെൻസ് ഉള്ളി എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് ശനി ഞായർ നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ബാച്ച് 1 ഗ്രൂപ്പിൽ ചെറിയൊരു ഫീസോട് കൂടി മെഡിറ്റേഷൻ ഒരു 6 മാസത്തെ കോഴ്സായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1000 രൂപ മാത്രമേ ഫീസ് ആവുന്നുള്ളൂ. ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്, ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഭാവിയിൽ അതുണ്ടാകും തീർച്ചയായിട്ടും. ആർക്കെങ്കിലും മാമിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാമിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇതുവരെ എന്നോട് സഹകരിച്ച മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു മാം. ഷെർലിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, അതിലേക്ക് വരാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. എന്നെ തെരഞ്ഞെടുത്തതിന് ഒരുപാട് നന്ദി. ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഇനിയും മുൻപോട്ട് ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.